ഹായ്. നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് കണ്ടന്റുകളുണ്ട് നമുക്ക് ഫേസ് കാണിക്കാതെ ചെയ്യാൻ? പലരും പറയുന്ന ഒരു ഇഷ്യൂ ആണ്, നമുക്ക് ഫേസ് കാണിച്ചൊന്നും വീഡിയോ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഇത്തരം വീഡിയോസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, എങ്ങനെ ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ ചില ആളുകൾ പറയും ഫേസ് കാണിക്കാൻ താല്പര്യമില്ല, പക്ഷെ ഫേസ് കാണിക്കാൻ പറ്റാത്ത എന്തെല്ലാം ടോപ്പിക്കാണ് ഉള്ളത്. ഇപ്പം വെറും ക്ലീഷ ആയിട്ടുണ്ടല്ലേ കുക്കിംഗ് വീഡിയോസ്, വ്ളോഗ് എന്നൊക്കെ ഉള്ളത്. അത് ലേഡീസിനാണെങ്കിൽ പോലും ജെൻസിലാണെങ്കിൽ പോലും ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ട്. ഇത്തരം ടോപ്പിക്സിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് നമുക്ക് എങ്ങനെ നല്ലൊരു ടോപ്പിക് സെലക്ട് ചെയ്യാം എന്നുള്ളതിന്റെ ചെറിയൊരു എളുപ്പവഴിയിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള വഴിയും കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഒരു 25ഓളം ഐഡിയാസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് ഡീറ്റെയിൽ പറഞ്ഞുതരാം. നിങ്ങൾ കുറച്ച് ക്രിയേറ്റീവ് ഒക്കെ ഉള്ള ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ DIY എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഡു ഇറ്റ് യുവർ സെൽഫ് എന്നാ പറയാം. അത് എന്ത് ഐറ്റംസും കൊണ്ടാണെങ്കിലും നമുക്ക് അതിനെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ, വീട്ടുപകരണമാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ള ഡിസൈൻ ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് ഹെൽപ്പിംഗ് ആവുന്ന എന്ത് ഐറ്റംസ് ആക്കി മാറ്റിമറിക്കുന്ന ഒരു നമ്മുടെ സെൽഫിൽ നിന്നുണ്ടാവുന്ന ഐഡിയാസ് ആണ് DIY ആയിട്ട് വരിക. അത്തരം വീഡിയോസിന് ഇപ്പം 5 മിനിറ്റ്സ് ക്രാഫ്റ്റ് പോലുള്ള യൂട്യൂബ് ചാനലൊക്കെ നോക്കിയാൽ അറിയാം, അത്തരം വീഡിയോസിന് നല്ല റീച്ചാണ്. നമുക്ക് നമ്മുടെ ഐഡിയാസിൽ നിന്ന് വരുന്ന ഒരുപാട് വീഡിയോസിന് പല രീതിയിലും നല്ല ട്രെൻഡിങ് വീഡിയോസ് വരെ ക്രിയേറ്റ് ചെയ്യാറുണ്ട് പല ചാനലിലായിട്ട്. അപ്പം അത്തരം കഴിവുള്ള ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇതുപോലെ DIY ചാനലുകൾ എന്നുള്ളത്. മെയിൻ ആയിട്ടുള്ള പറഞ്ഞാൽ ഔട്ട് ഓഫ് വേസ്റ്റ് ഐറ്റംസ് ഉൾപ്പെടുത്തുമ്പോഴാണ് കുറച്ചും കൂടി റീച്ചിൽ നല്ല രീതിയിൽ കാണിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് ഇഷ്ടം എന്നുള്ളത് ആ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് അതിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റീച്ച് വരുന്നതിനനുസരിച്ചൊക്കെ മാറ്റം വരാം കേട്ടോ. പിന്നെ റീച്ച് വരുന്നതും അതെങ്ങനെയൊക്കെയാണ് ആ ചാനൽ ഗ്രോത്ത് ആവുന്നതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ജസ്റ്റ് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്കുള്ള നെക്സ്റ്റ് ഓപ്ഷനാണ്, ഇപ്പോൾ ജെൻസിനും ലേഡീസിനും ഒക്കെ ഒരുപോലെ ചെയ്യാൻ പറ്റുന്നതാണ് ഫാഷൻ കണ്ടന്റുകൾ. ചില ആളുകൾക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ജെൻസിൻ്റെ കാറ്റഗറി ആണെങ്കിലും ലേഡീസിൻ്റെ കാറ്റഗറിയിലാണെങ്കിലും അത്തരം സ്കില്ലുള്ള ഒരാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഫാഷൻ സ്റ്റൈൽ എന്നുള്ളത്. അതിന് ജസ്റ്റ് നിങ്ങളെ തന്നെ ഫേസ് കാണിക്കണം എന്നില്ല. നിങ്ങൾക്കിപ്പോൾ മോഡേൺ ആയിട്ട് വെയർ ചെയ്യുന്ന ഡ്രസ്സുകൾ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ മെത്തേഡുകൾ ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ ഞാൻ പറയുന്ന ഏത് ടോപ്പിക്കാണ് കൂടുതൽ ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് അത് വീഡിയോ മേക്ക് ചെയ്യുക, എങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി റീച്ച് കിട്ടുക എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് ലേഡീസിനും അതുപോലെ ജെൻസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ. അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളോ, ലേഡീസിന്റെ ചെയ്യുന്നവരുണ്ട്, ജെൻസിന്റെ ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് ചെയ്യാം. അതിനൊട്ടും നമ്മൾ ഫേസ് കാണിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇപ്പൊ നാച്ചുറൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ്, നിങ്ങളുടേതായ ഓവൻ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് കയ്യിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വേറെ ആരെങ്കിലും ഫേസിലോ, ഇനി അതല്ല ജസ്റ്റ് നിങ്ങൾക്ക് സ്കിന്നിൽ ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് വേണമെന്നില്ല, ജസ്റ്റ് ഇവിടെ ഒന്ന് ടച്ച് പിന്നെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇനി അതൊന്നും വേണ്ട, ഇതിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾ മേക്കിംഗ് വീഡിയോ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അതൊരു റിവ്യൂ എന്നുള്ള രീതിയിൽ വീഡിയോസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന സംഭവമാണ് യാത്ര. യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ല ടോപ്പിക് ട്രാവൽ വ്ളോഗാണ്. ട്രാവൽ വ്ളോഗിന് നിങ്ങൾ പിന്നെ ഫേസ് കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ പോകുന്നതിൻ്റെ വിഷ്വൽ ചെയ്യുന്ന രീതി നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്കൊരു വീഡിയോസ് മേക്ക് ചെയ്യാനും പറ്റും. അപ്പം അതിനോട് കൂടി പാഷനും കൂടി ഉണ്ട്, വെറൈറ്റിയും കൂടി കൊണ്ടുവരാൻ പറ്റിയാൽ നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പം അത്തരം ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടോപ്പിക്കാണ് ട്രാവൽ വ്ളോഗ് എന്നുള്ളത്. ട്രാവൽ വ്ളോഗിൽ അങ്ങനെ ഇഷ്ടം പോലെ കാറ്റഗറി ഉണ്ട്. പക്ഷെ അത് നിങ്ങളുടെ ഒരു പാഷൻ എന്താണോ, ഇപ്പം ട്രാവൽ യാത്രകൾ പുറമെ രാജ്യങ്ങളിലേക്ക് പോവാം, നാട്ടിലേക്ക് പോവാം, അതല്ല നമ്മൾ അറൗണ്ടിൽ വരെ നമുക്ക് കറങ്ങാം. പക്ഷെ അതിലൊക്കെ മെയിൻ പ്രത്യേകത നിങ്ങൾ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ യുണീക്ക് ആവണം, അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് ആളുകളിലേക്ക് റീച്ച് ആവാൻ സാധ്യത കൂടുതലാണ്. പഠിക്കാനൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് സ്റ്റഡി വിത്ത് മീ എന്നൊരു ടോപ്പിക്ക്. എന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഒരു ബുക്ക്, പേന, ഒരു ടേബിളിന്റെ ടോപ്പ് ഇതിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് വീഡിയോ ഉണ്ടാക്കുന്നത് കാണിച്ചു കൊടുക്കാം. ആ ഒരു മേക്കിംഗ് വീഡിയോ തന്നെ നമുക്ക് നമ്മളേതായ രീതിയിൽ അതിനുള്ള ടിപ്സുകൾ ഷെയർ ചെയ്യാം, മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം.
അത് നമ്മളെ കൂടെ ഇപ്പം ചില ആളുകളൊക്കെ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ചില ആളുകൾ അവർ പഠിക്കുന്നതിന്റെ ടിപ്സുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു കാറ്റഗറിയാണ് സ്റ്റഡി വിത്ത് മീ എന്നുള്ളൊരു കാറ്റഗറി. ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവർ ഷെയർ ചെയ്യണം എന്ന് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ഇത്തരം കാറ്റഗറി ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മറ്റൊരു വീഡിയോ ആണ് പെറ്റ് കെയർ ആൻഡ് അനിമൽ വീഡിയോസ്. സാധാരണ നമ്മൾ വീട്ടിലൊരു പെറ്റ് ഉണ്ട്, അതിനെ കെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, അത്തരം വീഡിയോസ്. ഇനി അതല്ല, ഇതിലൂടെ തന്നെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അതൊരു ഇഷ്ടമായിട്ട് ചെയ്യുന്നവരുണ്ട്. ചില വീഡിയോസിലൊക്കെ കാണാം ഈ ആട്ടിൻകുട്ടിനെയൊക്കെ പിടിച്ചിട്ട് ലിപ്സ്റ്റിക്കും കൺമീഷും ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ കമന്റും കാണാം, ഏതോ ബ്യൂട്ടീഷ്യൻ പഠിക്കുന്ന വീട്ടിലെ കുട്ടിയുടെ ആടാണെന്ന് തോന്നുന്നു. അങ്ങനെ രസകരമായിട്ടുള്ള കമന്റുകളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു പെറ്റ് കെയർ അനിമൽസ് എന്ന് പറഞ്ഞത്. അതുപോലെ അത് മാത്രമല്ല, ഈ പെറ്റ്സിനോട് ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾക്ക് ചുമ്മാ കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. അതിന്റെ കൂടെ നിങ്ങൾക്ക് വോയിസ് ഓവർ വേണമെങ്കിൽ കൊടുക്കാം, അതല്ല ഓൺ വോയിസ് ആ ഒരു അനിമൽസിന്റെ കൂടെയുള്ള സ്വീറ്റ് മൊമെന്റ് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അത് ടെക് വീഡിയോസ് അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് ഒക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ചില ആളുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി, സ്മാർട്ട് ഫോണുകളൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനോട് റിവ്യൂ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇനി അതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന പല ഐറ്റം സാധനങ്ങളും നമുക്ക് യൂസ് ചെയ്യുന്നതും അത് റിവ്യൂ ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറൗണ്ടിൽ അത്തരം പ്രൊഡക്റ്റുകൾ ഒരുപാട് അവൈലബിൾ ആണ്. ഇനി അതെല്ലാം നമുക്ക് ആമസോണിൽ നിന്നൊക്കെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് റിവ്യൂ ചെയ്യുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ റവന്യൂ പോലും കിട്ടുന്നതാണ് കേട്ടോ. ഇത് വേണമെന്ന് നമുക്ക് ഡീറ്റെയിൽ പറയാം. പക്ഷെ ഇതിൽ ടെക് വീഡിയോസ് ഇഷ്ടം പോലെ ആളുകൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ജെൻസ് ആണ് ഈ ഒരു കാറ്റഗറി ചൂസ് ചെയ്യാറുള്ളത്. ലേഡീസ് കാറ്റഗറി ചൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. പക്ഷെ ലേഡീസിന്റെ കണ്ടന്റും അത്യാവശ്യം റീച്ച് ഉണ്ടാവും. ലേഡീസിന് ഏറ്റവും എളുപ്പത്തിലുള്ള സംഭവമാണ് ഹോം ഓർഗനൈസിങ്, അതല്ലെങ്കിൽ ക്ലീനിങ് ടിപ്സ്. ഇതൊരു സ്ത്രീകൾ മാത്രം ഒതുങ്ങേണ്ട ഒരു സബ്ജക്റ്റ് അല്ല. ചില വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള പുരുഷന്മാരും ഇത്തരം വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റയിലുണ്ട് അപ്പു എന്നൊക്കെ പറഞ്ഞാൽ, അവര് പേഴ്സണൽ ബ്ലോഗിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് നല്ല രസത്തിലാണ് അവർ വീഡിയോ ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്യൂട്ട് വോയിസ് ആണ്, ഭയങ്കര നീറ്റാണ് വീടൊക്കെ. അപ്പൊ അതുപോലെ നമുക്ക് ഇങ്ങനെ ഹോം ഓർഗനൈസിങ്ങും അതുപോലെ ക്ലീനിങ് ടിപ്സ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് ഡെയിലി നമ്മൾ ചെയ്യുന്ന സംഭവമാണ്. കൂടെ നമുക്ക് വീഡിയോ എടുക്കുക എന്നുള്ളത് ഒരു പ്രോസസ്സ് നടക്കും, നമ്മുടെ ആ ഒരു വർക്ക് നടക്കും. ഭയങ്കര രസമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ്. ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഇത് ഭയങ്കര കഷ്ടപ്പെടാതെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒരു പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്. ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, റൈറ്റിംഗ് ആവാം, ജേർണലിംഗ് ചെയ്യുന്ന ആളുകളാവാം. രാവിലെ എണീറ്റ് ജേർണലിംഗ് ചെയ്യുന്നവരുണ്ട്. ജസ്റ്റ് വീഡിയോ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ജേർണലിംഗ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വീഡിയോ ഉണ്ടാക്കാം. അതല്ല, റൈറ്റിംഗ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എഴുത്തുകൾ വീഡിയോ ആക്കി പിന്നെ കഥകളായിട്ട് വീഡിയോ ഉണ്ടാക്കാറുണ്ട്. കലിഗ്രാഫി നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നവരുണ്ട്. കലിഗ്രാഫിയിലൊക്കെ നല്ല ഒരുപാട് വ്യൂ വരുന്ന ഒരു കാറ്റഗറിയാണ്. ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ടോപ്പിക്സ് ആണ്. അതിൽ പലരും യൂസ് ചെയ്യുന്ന ടിപ്സുകൾ ഒരുപാട് ആളുകൾക്ക് ഭയങ്കര ഹെൽപ്പിംഗ് ആവുന്ന ഒരു സംഭവം കൂടിയാണ്. അടുത്തത് ഫേസ് കാണിക്കാത്ത മറ്റൊരു ടോപ്പിക്കാണ് ഗെയിമിംഗ് വീഡിയോസ് എന്നുള്ളത്. ഗെയിം സ്ട്രീമിംഗ് വഴി പിന്നെ വീഡിയോസ് ഉണ്ടാക്കുന്നത്, അതൊക്കെ ലൈവായിട്ട് പോകുന്നതാണ്. ശബ്ദം വലിയ ആവശ്യം പോലും ഇല്ലാത്ത സംഭവമാണ്. പക്ഷെ നല്ല ശബ്ദം കൊടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് കുറച്ചും കൂടി ഇംപ്രസീവ് ആയിരിക്കും. ഇനി അതല്ല, വോയിസ് കൊടുക്കാതെ ചെയ്യുന്ന ഗെയിമിംഗ് ചാനലുകളും ഉണ്ട് കേട്ടോ. പക്ഷെ അതിന്റെ രസം എന്ന് പറയുന്നത് ആ ഒരു വോയിസ് കൊടുത്തിട്ട് അതിന്റെ ആ ഒരു ത്രില്ലിൽ ആ വീഡിയോസ് എടുക്കുമ്പോഴാണ്. പക്ഷെ കുറച്ച് നല്ല റവന്യൂ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് കേട്ടോ അത്. കുട്ടികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇത് ചൂസ് ചെയ്യാറുള്ളത്. അടുത്തത് മെഡിറ്റേഷൻ ആൻഡ് റിലാക്സേഷൻ വീഡിയോസ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ചില ആളുകൾ മെഡിറ്റേഷൻ ചെയ്യുന്നതൊക്കെ എന്നും ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അത്തരം ആളുകൾക്ക് അതിന്റെ കൂടെ തന്നെ ഇത് യൂസ് ചെയ്യാം. അതുപോലെ മെഡിറ്റേഷൻ ചെയ്ത് പഠിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവും. നമ്മളെ കൂടെ വീഡിയോസും കൂടി യൂസ് ചെയ്തിട്ട് അതിൽ കൂടെ ഒരു എക്സ്ട്രാ റവന്യൂ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ ഇത് പഠിപ്പിച്ചിട്ട് തന്നെ റവന്യൂ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിൽ ബ്രീത്തിങ് എക്സസൈസ് വരും, റിലാക്സേഷൻ ടെക്നിക്കുകൾ യൂസ് ചെയ്യാം, അങ്ങനെ പിന്നെ ഒരുപാട് സംഭവങ്ങൾ. അതിലേക്ക് നമ്മൾ മ്യൂസിക് ആണ് പൊതുവെ ആഡ് ചെയ്യുക. വോയിസ് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. മ്യൂസിക് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും കോപ്പിറൈറ്റ് ഇല്ലാതെ മ്യൂസിക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അതുള്ളത് കൾച്ചർ ആൻഡ് ട്രഡീഷണൽ കണ്ടന്റ് ആണ്. എന്ന് വെച്ചാല് പരമ്പരാഗതമായിട്ടുള്ള ക്രാഫ്റ്റുകള്, ഭക്ഷണ രീതികള്, അല്ലെങ്കിൽ അതിന്റെ സംസ്കാര രീതികൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും. പല പല കൾച്ചർ ആയിട്ടുള്ള ഒരുപാട് ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ്. അങ്ങനത്തെ സംഭവങ്ങൾ പരിചയപ്പെടുത്താം, സ്ഥലങ്ങൾ പരിചയപ്പെടുത്താം, അതല്ലെങ്കിൽ അതിൻ്റെയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ, ഫുഡ്, അങ്ങനത്തെ ഒരു പിന്നെ ട്രഡീഷണൽ ആയിട്ട് സംഭവങ്ങൾ ഫോക്കസ് ചെയ്യുന്ന, അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്ന, അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് നമുക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക്
സെലക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടോപ്പിക്കാണ് ഈ ഒരു കൾച്ചറൽ ആൻഡ് ട്രഡീഷണൽ കണ്ടന്റ് എന്ന് പറയുന്നത്. ഉള്ളത് മോട്ടിവേഷണൽ ആൻഡ് ഇൻസ്പിറേഷണൽ വീഡിയോസ് ആണ്. ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. ഒരുപാട് ആളുകൾക്കും എത്ര കണ്ടാലും മടുക്കാത്തൊരു സാധനമാണ്. ചില ആളുകൾക്ക് ഭയങ്കര ക്രേസുമാണ്. പക്ഷെ ചില ആളുകൾ വാക്കുകളിൽ മോട്ടിവേഷൻ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ആണ്. അപ്പൊ അത്തരം ആളുകൾക്ക് ഇത്തരം ഒരു വീഡിയോസ് ഇടുക, അതിന് ഒരു ഫേസ് കാണിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. പക്ഷെ വോയിസ് അതിൽ നിർബന്ധമാണ്. മോട്ടിവേഷന് ഇനി ടെക്സ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരിക്കലും നമ്മൾ ഒരു പിക്ചറിന് മുകളിൽ ടെക്സ്റ്റ് കൊടുക്കാൻ പാടില്ല. അതിനൊക്കെ ഒരുപാട് റൂൾസ് ഉണ്ട്. ഒരു ഇമേജ് പ്ലസ് മ്യൂസിക് മാത്രമാകുമ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. കൊടുത്താലും ഇനി കിട്ടണം എന്നില്ല. അപ്പോൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കൽ നിർബന്ധമാണ്. പിന്നുള്ളത് നമുക്ക് ലാംഗ്വേജ് ഇഷ്ടമാണ്. മലയാളം, അതല്ലെങ്കിൽ ഹിന്ദി, അറബി, ഇംഗ്ലീഷ് അല്ലെ അതർ ലാംഗ്വേജ്, ഏത് ലാംഗ്വേജ് നമുക്ക് ക്രൈസാണ്. അത് മറ്റുള്ളവരെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ പ്രൊണൗൺസിയേഷൻ നമുക്ക് സംസാരിക്കണം. ചില ആളുകൾ ഇംഗ്ലീഷൊക്കെ പറയണേക്കാൻ ഭയങ്കര രസമാണല്ലേ. അപ്പൊ അത്തരം ആളുകൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു ചാനൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കണ്ടന്റ് ആണ്. അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടാവുന്നതാണ്. ഇനി ഏതൊരാളും കേട്ട് കഴിഞ്ഞാൽ ചുമ്മാ കേട്ട് നിന്ന് പോകുന്ന ടൈപ്പ് ഓഫ് വീഡിയോസ് ആയിരിക്കും. അതൊരിക്കലും നിങ്ങളെ ഫേസ് കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് അതർ വീഡിയോസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ ആയിട്ടുള്ള വീഡിയോസ് പല വെബ്സൈറ്റിലും അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങളൊരു ഫോട്ടോഗ്രാഫി ആൻഡ് എഡിറ്റിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത്തരം ചാനലുകൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. എന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാൻ ഇപ്പോൾ ഒരുപാട് പേരും സെൽഫ് ഫോട്ടോഗ്രാഫർ ആണ്. ഫോട്ടോ എടുക്കാനുള്ള ടിപ്സുകൾ പറഞ്ഞു കൊടുക്കാം, ഫോട്ടോ എടുക്കേണ്ട രീതി. ഷെറിൻ ജബ്ബാറൊക്കെ ഒരു റെസ്പെക്റ്റോടെ നോക്കുന്ന ഒരു വുമണാണ്. കാരണം അവർ ആ ഒരു ഫോട്ടോ എടുക്കുന്ന ശൈലിയും അവരുടെ വീഡിയോസിന്റെ ഒരു ഫുൾ പിക്ചറൊക്കെ ഭയങ്കര രസമാണല്ലേ. അപ്പം അത്തരം കാര്യങ്ങൾ നമുക്ക് ഭയങ്കര സ്കില്ലുണ്ട്. നമുക്ക് അതിനോട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരം ടോപ്പിക് യൂസ് ചെയ്യാം. വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്, വർക്കൗട്ടിനെ പറ്റി നിങ്ങൾക്ക് ഒരുപാട് അറിയാം, അല്ലെങ്കിൽ വർക്കൗട്ട് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പിന്നെ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, അല്ലെ ഫിറ്റ്നസ് മേഖലയിൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഭയങ്കര ക്രേസ് ഉള്ള ഒരാളാണ്, അത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ആളാണ്, ഡെയിലി വർക്കൗട്ടുകളൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ള ആളുകൾക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടോപ്പിക്കാണ് ഫിറ്റ്നസ് ചാലഞ്ചർ അല്ലെങ്കിൽ വർക്കൗട്ട് മെത്തേഡുകളൊക്കെ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ശരീരം മാത്രം കാണിക്കാം, ഫേസ് കാണിക്കേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല. ഫേസ് കാണിക്കാതെ തന്നെ നമുക്ക് ഈ വീഡിയോസ് ഒക്കെ മേക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നല്ലൊരു പിന്നെ ബഡ്ജറ്റ് ഫൈനാൻഷ്യൽ മോട്ടിവേറ്റർ ആണ്, അതല്ലെങ്കിൽ നിങ്ങൾ ഫൈനാൻഷ്യലായിട്ട് നല്ലപോലെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരുപാട് ടിപ്സുകളൊക്കെ അറിയാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ടിപ്സുകൾ ഷെയർ ചെയ്യുന്ന ഒരു ചാനൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. അതും ഇതുപോലെ നമുക്ക് ഫേസ് കാണിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത്തരം വീഡിയോസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് വോയിസ് ഓവർ കൊടുത്തിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. പക്ഷെ ഒന്നും കൂടി നമുക്ക് നന്നാവുക ഒന്ന് വോയിസ് ഓവർ കൊടുക്കുന്നതായിരിക്കും. കാരണം നമുക്ക് പറയാൻ പറ്റുന്ന പല കാര്യങ്ങളും നമുക്ക് അതിലൂടെ ഷെയർ ചെയ്യാൻ പറ്റും. ലേഡീസിനും ജെൻസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മുടെ കൈകളൊക്കെ എങ്ങനെ നല്ല വൃത്തിയാക്കി കൊണ്ടുനടക്കാം. അതിന്റെ നെയിൽ പോളിഷ് ചില വീഡിയോസിൽ, മലയാളീസ് വീഡിയോസിൽ ഞാൻ പൊതുവെ കണ്ടിട്ടില്ല, പുറമെയുള്ള വീഡിയോസിലൊക്കെ കാണാം നഖങ്ങൾ നല്ല രീതിയിൽ ആർട്ട് ഡിസൈൻസ് ഒക്കെ ചെയ്യുന്നത്, അതല്ലെങ്കിൽ നല്ല രീതിയിൽ പെഡിക്യൂർ മാനിക്യൂർ ഒക്കെ ചെയ്യുന്ന ഒരു മെത്തേഡ്. അപ്പം അത്തരം വീഡിയോസ് ഒക്കെ ഫേസ് കാണിക്കാതെ ചെയ്യാൻ പറ്റും. വൃത്തിയിൽ എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള രീതിയിൽ ടോപ്പിക് സെലക്ട് ചെയ്യുന്നവരുണ്ട്. അതിന്റെ ആ ഒരു പ്രസന്റേഷനും അതിൽ എപ്പോഴും ASMR യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പിന്നെ അതുണ്ട് സൗണ്ട് ഉണ്ടല്ലോ, അതൊക്കെയാണ് അതിന്റെ എപ്പോഴും നല്ല രസകരമായ ഒരു വിഷ്വലാക്കി മാറ്റുന്നത്. അത്തരം ടോപ്പിക് ചൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാട്ടോ. നമുക്ക് എന്ന് പറഞ്ഞാല് ഒരു അനുഭവങ്ങൾ നമുക്ക് ഷെയർ ചെയ്യണം, അതല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കണം. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കുറച്ച് ഉപദേശമാണ്. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടേതായ കുറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, ഒരുപാട് അനുഭവ കഥകൾ പറയാനുണ്ട്. അങ്ങനെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്പീച്ച് അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് എന്നൊക്കെ പോലെ ഒരു വോയിസ് ഓവർ എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. നല്ല രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ടോപ്പിക്കാണ് കേട്ടോ. ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഡ്രോയിങ്, പെയിന്റിങ്, അതുപോലെ നമ്മൾ ഒരുപാട് ഐറ്റംസ്, മ്യൂറൽ, കേരള ട്രഡീഷണൽ ആർട്ടാണ് മ്യൂറൽ പെയിന്റിങ്. ഇതിനൊക്കെ കുട്ടികളെ രീതിയിൽ പഠിപ്പിക്കാം, വലിയൊരു രീതിയിൽ നമുക്ക് പഠിപ്പിക്കാം. നമ്മൾ ഏത് രീതിയിലാണ് ഏറ്റവും കൂടുതൽ രസകരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നമുക്ക് ചെയ്യാം. ഇപ്പം ചില ആളുകൾക്ക് വരക്കാൻ ഇഷ്ടമാണ്, പക്ഷെ വരക്കാൻ അറിയില്ല. അത്തരം ആളുകൾക്കും ഡ്രോയിങ്ങിലോട്ട് എങ്ങനെയൊക്കെ വരാം എന്നുള്ളതിന്റെ ഒരുപാട് ടിപ്സുകൾ അടങ്ങിയിട്ടുണ്ട്. ഇപ്പം കേരള മ്യൂറൽ സാരി ചെയ്യുന്ന സമയത്ത് മ്യൂറൽ എന്ന പെയിന്റിങ് ചെയ്യുമ്പോഴും നമുക്ക് അത്ര അങ്ങോട്ട് ആ ഒരു പെയിന്റിങ് അറിയണമെന്നില്ല. വരയ്ക്കാൻ അറിഞ്ഞില്ലെങ്കിലും ജസ്റ്റ് സ്കെച്ച് എടുക്കുന്നു, വരയ്ക്കുന്നു, പെയിന്റിങ് ചെയ്യുന്നു. ആ ഒരു മെത്തേഡ് ആർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്.
അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് നോളജ് ഉണ്ട്, ഡ്രോയിങ്ങിലോ ആർട്ടിലൊക്കെ നിങ്ങൾക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്താൽ മതി. നല്ലൊരു കാര്യമാണ്. കോമൺലി ഒരുപാട് ലേഡീസും ചെയ്യുന്ന സംഭവമാണ് കുക്കിംഗ് ആൻഡ് ബേക്കിംഗ്. കുക്കിങ്ങും ബേക്കിംഗ് പൊതുവെ പ്രൊഫഷണൽ ബേക്കേഴ്സിന് പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ്. കാരണം അവർ ചെയ്ത ഓരോ വർക്കും അവർക്കൊരു വീഡിയോ ആക്കി സൂക്ഷിച്ചു വെക്കാൻ തന്നെ അത് ഹെൽപ്പ് ചെയ്യും. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഈ ഒരു കുക്കിംഗ് ഫീൽഡാണ്. പൊതുവെ സ്ത്രീകൾ വിചാരിക്കുക കുക്കിംഗ് ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതായാലും വീട്ടിൽ കുക്ക് ചെയ്യുന്നതല്ലേ, നമുക്കത് ചെയ്യാമെന്നാ കരുതാം. പക്ഷെ വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ അങ്ങനെ ട്രെൻഡിങ് ടോപ്പിക്കുകൾ നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് വീഡിയോ മേക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിനോടൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ പുതിയ റിസർച്ചുകളൊക്കെ നടത്താനോ അല്ലെങ്കിൽ നമുക്ക് വെറൈറ്റി ഐറ്റംസ് ചെയ്യാനോ, അതിലിപ്പോൾ ഒരു നാടനായിട്ടുള്ള കുക്കിംഗ് ചെയ്യാം, ട്രഡീഷണൽ ആയിട്ട് ചെയ്യാം, അറബിക്, അങ്ങനെ ഒരുപാട് ചൈനീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വെറൈറ്റി കുക്കിംഗ് ഉണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും കേട്ടോ. പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് യോഗ, ഫിറ്റ്നസ് മേഖല. യോഗ ക്ലാസ് കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് യോഗ ക്ലാസ് എങ്ങനെയൊക്കെയാണ്, എത്രത്തോളം അത് നമ്മുടെ ശരീരത്തിന് എഫക്റ്റ് കിട്ടും, ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ഡെയിലി യോഗ ചെയ്യുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് വേണമെങ്കിലും ചെയ്യട്ടെ. ലൈവിനൊക്കെ ക്രൈറ്റീരിയ ഉണ്ട്. ലൈവായിട്ട് നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത്തരം വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇനിയുള്ളത് പ്രൊഡക്റ്റ് റിവ്യൂ ആൻഡ് അൺബോക്സിംഗ് ആണ്. അത് ഏത് പ്രൊഡക്റ്റും ചെയ്യാം. ഇപ്പോൾ ലേഡീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജ്വല്ലറി ഐറ്റംസ് എടുക്കാം, കുക്കിങ്ങിൽ വീട്ടിലേക്ക് കിച്ചണിലോട്ടുള്ള ഐറ്റംസ് എടുക്കാം, വീട്ടിൽ വാങ്ങുന്ന എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാം. ഇനി ജെൻസിനാണെന്നുണ്ടെങ്കിൽ വാട്ടവർ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇഷ്ടപ്പെടുന്നത് എല്ലാം നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റും. ചില ആളുകൾ ബൈക്കിനോ അല്ലെങ്കിൽ കാറിനുള്ള ആക്സസറീസ് ഒക്കെ വാങ്ങിയിട്ട് പ്രൊഡക്റ്റ് റിവ്യൂ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു വേറെ തന്നെ കാറ്റഗറി എന്നുള്ള രീതിയിൽ ചെയ്യാം. ഇപ്പം പൊതുവെ ടെക് വീഡിയോസിലാണ് ഇത്തരം കാര്യങ്ങൾ പൊതുവെ വരാറുള്ളതെങ്കിലും നമുക്ക് പ്രൊഡക്റ്റ് വീഡിയോസ് ബ്ലോഗിന്റെ കാര്യത്തിലും ഉൾപ്പെടുത്താറുണ്ട്. പക്ഷെ ചില ആളുകൾ ഇത് മാത്രമായിട്ട് ചെയ്യുന്ന ടോപ്പിക്കുകളുണ്ട് കേട്ടോ. പിന്നുള്ളത് എഡ്യൂക്കേഷണൽ കണ്ടന്റ് ആണ്. ഏത് കണ്ടന്റും നമുക്ക് ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ടിപ്സ്, അത്തരം കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനുണ്ട്. അതിനിപ്പോൾ ഒരുപാട് ചാനലുകളാണ്. PSCക്ക് വേറെ ചാനലുണ്ട്, സ്കൂള് 1-ാം ക്ലാസ് മുതൽ വേണ്ട LKG മുതൽ ഇപ്പം അവിടുന്ന് അങ്ങോട്ടേക്ക് ഏതൊക്കെ പഠിക്കുന്നുണ്ടോ ആ പഠിത്തത്തിന്റെ ഒക്കെ എഡ്യൂക്കേഷണൽ കണ്ടന്റ് യൂട്യൂബിൽ ഇപ്പം അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ PSC പഠിക്കാനാണെങ്കിലും ഇനി PSCയിൽ ഏത് കാറ്റഗറി ആണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് ഈ ഒരു എഡ്യൂക്കേഷണൽ കണ്ടന്റ് കാറ്റഗറിയിൽ നമുക്കൊന്ന് തിരഞ്ഞാൽ പറ്റും. അപ്പം അത്തരം ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഇനി അതല്ല സ്ലോ ലേണേഴ്സ് പഠിപ്പിക്കുന്ന വിഭാഗം കുട്ടികളുണ്ട്, അവരെ പഠിപ്പിക്കാൻ പ്രത്യേക ടെക്നിക്കുകളൊക്കെ ഉണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാനോ നിങ്ങൾ ഫേസ് കാണിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ടെക്നിക്കുകൾ അറിഞ്ഞാൽ മതി. അങ്ങനെ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കണ്ടന്റ് ആണ് കേട്ടത്. നമുക്ക് നമ്മൾ ചെയ്യുന്ന ഏതൊരു സംഭവമാണ്, ഇപ്പം ഈ മുകളിൽ പറഞ്ഞ ഏത് കാറ്റഗറി വേണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാം. ഒരു ASMR എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ നാച്ചുറൽ സൗണ്ട് ഫീൽ ചെയ്യിപ്പിക്കുന്ന, ഇപ്പം പ്രകൃതിയിലൊക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പുഴ സൈഡിലൊക്കെ നിന്നിട്ട് കുക്കിംഗ് ചെയ്യുന്നത്. ആ പുഴയുടെ സൗണ്ടും കുക്കിംഗ് ചെയ്യുന്ന രീതിയും ചൈനീസിലാണ് ഏറ്റവും കൂടുതൽ അത്തരം വീഡിയോസ് കണ്ടിട്ടുള്ളത്. അത് പ്രത്യേക ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. ഒരു പ്രത്യേക ഒരു ഫുഡിനോടൊക്കെ ഭയങ്കര ഒരു ക്രൈസ് ഒക്കെ തോന്നും. ആ ഒരു പൊരിക്കുന്ന സൗണ്ടും അതുണ്ടാക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ അത് അത്തരം വീഡിയോസ്. ഇനി അതല്ല എന്തെങ്കിലും പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യുമ്പോഴും ഇതുമാതിരി സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോ ചെയ്യുന്നവരുണ്ട്. കഴിക്കുന്ന വീഡിയോസ് ഇതുപോലെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഏത് ടോപ്പിക്, ഞാൻ മുകളിൽ പറഞ്ഞ ഏത് ടോപ്പിക്കും ഇതിലേക്ക് കാറ്റഗറി ഏറ്റെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതിലൊന്നും അല്ല നിങ്ങളെ കണ്ടന്റ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്ക് നിങ്ങൾ സെലക്ട് ചെയ്യണം. പക്ഷെ അത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളുടെ പാഷൻ ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഡീപ് സീക്ക് എന്ന് പറഞ്ഞ AI ഉണ്ട്. നേരെ വെബ്സൈറ്റിൽ പോവുക, ഒന്നെങ്കിൽ ChatGPT അല്ലെങ്കിൽ ഡീപ് സീക്കിലോ എങ്ങനെയെങ്കിലും ഓപ്പൺ ആക്കുക. Gmail ID വെച്ചിട്ട് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കണം. അതിന് മലയാളത്തിൽ ടൈപ്പ് ചെയ്താൽ ഇപ്പോൾ മലയാളം റിപ്ലൈ വരുന്നുണ്ട്. നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കണം. അതിന് എൻ്റെ ക്വാളിഫിക്കേഷൻ ഇത്രയാണ്, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ അറിയാം, എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇഷ്ടം, ഇനി ചുമ്മാ കഴിക്കുന്നതാണ് ഇഷ്ടം എന്ന് വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. അത്തരം ഒരു പേഴ്സണാലിറ്റി ഉള്ള എനിക്ക് ഏത് ടൈപ്പ് ഓഫ് യൂട്യൂബ് ചാനൽ കണ്ടന്റ് ചെയ്യാനാണ് നല്ലത് എന്നുള്ളതിൻ്റെ കുറച്ച് സജഷൻ തരാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് നിങ്ങളുടെ ടോപ്പിക്കിനനുസരിച്ചുള്ള സജഷനും കിട്ടും. അപ്പം എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ടോപ്പിക്ക് ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റിലൂടെ കാണുന്ന നല്ല നല്ല ടോപ്പിക്ക് ഞാൻ എന്തായാലും അതിനെങ്ങനെയാണ് കൂടുതൽ ചെയ്യാൻ പറ്റുക, അതിൽ ഏതൊക്കെ കണ്ടന്റ് നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക്